നമ്മൾ അലോവിയിലുള്ള സ്പ്ലെൻഡറിനെ സ്പോക്കിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഈ ഇരിക്കുന്നതൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വണ്ടിയിലോട്ട് വരുത്താൻ പോകുന്ന സാധനങ്ങൾ കേട്ടല്ലോ. അപ്പം നമുക്ക് നല്ല ഹബ്ബ് എടുത്ത് ഫുൾ സെറ്റ് മാറിയിട്ടുണ്ട്. സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് TV Motives യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഒത്തിരി നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് ഇന്ന്. എന്നാ പറയണ്ട, അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ എങ്ങനെയാണ് നമ്മൾ അലോവിയിലുള്ള സ്പ്ലെൻഡറിനെ സ്പോക്കിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് ഡിസ്ക് വരുന്നില്ല, ഡിസ്ക് വരുന്നതും സെയിം പ്രോസസ്സ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മൾ സ്പോക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കണ്ടിട്ട് വണ്ടിയുടെ ഒത്തിരി പരിപാടിയുണ്ട്. വണ്ടിയുടെ ലുക്ക് തന്നെ മാറിപ്പോകാൻ പോകണം. ഇപ്പോൾ കണ്ടല്ലോ, വണ്ടി സ്റ്റോക്ക് ലുക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് bs6 ആട്ടോ വണ്ടി. bs6 ആണ്, i3s മോഡലാണ്, FL ഇഞ്ചക്ഷൻ വണ്ടിയാണ്. ഇതിനെ നമ്മൾ ഫുൾ മാറ്റാൻ പോവുക. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം സ്റ്റോക്ക് ലുക്ക് ഉണ്ടല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടും ബാക്കും നമ്മൾ കൺവേർഷൻ ചെയ്യാൻ പോവുകയാണ്. സ്പോക്കായിട്ട് കൺവേർഷൻ ചെയ്യുന്നു. ബാക്കിൽ 16 ഇഞ്ച് വീല് കാര്യങ്ങളൊക്കെയാണ് കയറ്റുന്നത്. പിന്നെ വരുന്ന ഹൈറ്റ് ചെയ്യുന്നുണ്ട് 2 ഇഞ്ച്, അണ്ടർബെല്ലി, ക്രാഷ് ഗാർഡ്, ഷോർട്ട് ബാർ, മിറർ, ബൂട്ട്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ അതിനെ പ്രൈമറി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന്. അപ്പോൾ നിങ്ങൾ ചാനൽ പോയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ അതിലോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസ് നമ്മൾ ചാനൽ ഇടുന്നത്, അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ വണ്ടി കഴിക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് മുഴുവൻ അയച്ചു തരുന്നുണ്ട്. ഞാനപ്പം ഇത് എക്സാമിൻ ചെയ്ത് നോക്കിയതിൽ നമ്മൾ ബാക്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് സെൻട്രൽ ഹബ്ബ്, നമ്മുടെ ആ സൈഡിലെ പ്ലേറ്റ്, ഹബ്ബ് പ്ലേറ്റ്, ഈ സൈഡിൽ ചെയിൻ സോക്കറ്റ്, ഹബ്ബ്, ചെയിൻ സോക്കറ്റ് എല്ലാം മാറേണ്ടി വരും. എന്നാലേ നമുക്ക് bs6 സ്പ്ലെൻഡറിൽ ബാക്കിൽ ചെയ്യാൻ പറ്റത്തും. ഈ bs6 ഏറ്റവും പുത്തൻ മോഡലാട്ടോ, ഒരു 3 മാസം ആയതുള്ളൂ വണ്ടി. ഏറ്റവും പുത്തൻ മോഡലാണ് വണ്ടി. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മൊത്തം ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെറ്റപ്പ് വന്നിട്ട് നമുക്ക് പൊളിക്കുന്നിടത്തുനിന്ന് എടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ പുത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതോടെ സെറ്റ് ചെയ്യാം. ഫ്രണ്ട് വന്നിട്ട് നമ്മൾ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് ഇനി നമ്മൾ കയറ്റുമ്പോഴത്തേക്കും ഇങ്ങനെ കോമ്പി ബ്രേക്ക് സിസ്റ്റം വരത്തില്ല. നമ്മൾ ഹബ്ബിൻ്റെ പ്ലേറ്റോടെ ചെയ്യും. പക്ഷേ കോമ്പി ബ്രേക്ക് സിസ്റ്റം അല്ല, സിംഗിൾ ബ്രേക്ക് സിസ്റ്റം തന്നെ ആയിരിക്കും. അപ്പം ഇനി അതെല്ലാം എടുത്ത് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അതൊക്കെ എടുത്തതെന്നുള്ളത്. സോ ഗൈസ്, അപ്പം നമ്മുടെ ടെസ്റ്റും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഓടിയിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ല, മൊത്തം അഴിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇത്ര സാധനങ്ങൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം വൃത്തിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ഈ ഇരിക്കുന്നതൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് വണ്ടിയിലോട്ട് വരുത്താൻ പോകുന്ന സാധനങ്ങൾ കേട്ടല്ലോ. അപ്പം നമുക്ക് ആദ്യമേ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ഹബ്ബും അതിൻ്റെ ഹബ്ബ് പ്ലേറ്റുമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഹബ്ബ് വന്നിട്ട് നമുക്ക് എന്നാണെങ്കിലും പുത്തന ഒരെണ്ണം മേടിക്കണം. അപ്പോൾ നമ്മൾ ഹബ്ബ് ഒരു പുതിയ ഒരെണ്ണം മേടിച്ച് നമ്മുടെ ബെയറിംഗ് എല്ലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഹബ്ബ് പ്ലേറ്റ് വന്ന് നമ്മൾ ഓൾഡ് മോഡലിൻ്റെ തന്നെ മേടിക്കണം. കാരണം ഫ്രണ്ടിലത്തെ വന്നിട്ട് വലിയ ഹബ്ബാണ് വരുന്നെങ്കിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ സ്പോക്കിലോട്ട് വരുമ്പോൾ. അപ്പോൾ ഹബ്ബ് പ്ലേറ്റ് മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബ്ബ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന നമ്മുടെ ആംസും കാര്യങ്ങളെല്ലാം അയച്ചിനകത്ത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഹബ്ബ് പ്ലേറ്റിലോട്ട് വരുമ്പോഴത്തേക്കും വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതിൽ ചെറിയ നട്ടിട്ടും ഇവിടെ ഒരു ഇത് നമ്മുടെ പുതിയ മോഡലിൻ്റെ, ഇത് നമ്മളിപ്പം എടുത്തേക്കുന്നത് കേട്ടോ, നമ്മളെ ഓൾഡ് മോഡൽ സ്പ്ലെൻഡറിൻ്റെ ഹബ്ബ് പ്ലേറ്റ് കേട്ടോ. അപ്പം സ്പീഡോമീറ്റർ സിസ്റ്റത്തിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് 2 നോബ് വെച്ചാൽ ഡ്യുവൽ ബ്രേക്ക്, നമ്മുടെ കോമ്പി ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ നോബും ഇവിടെ സിംഗിൾ ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ ഓണറോട് സംസാരിച്ച് കോമ്പി ബ്രേക്ക് സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട, നമ്മൾ സാധാരണ ബ്രേക്കിംഗ് മതി എന്ന് പറഞ്ഞാൽ ഓണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം വേറെ ഒരു വ്യത്യാസമില്ല, പക്ക ഐഡൻറ്റിറ്റിക്കാണ്, നമ്മൾ നോക്കാൻ മനസ്സിലാവും. അപ്പം ഇതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഊരി ഇങ്ങനത്തെ ഫിറ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്താം. ഇതിൻ്റെ തന്നെ വേണ്ടേ, നമ്മുടെ ബാക്കിൽ തന്നെ വേണ്ടേ നമ്മുടെ ഷൂസും ബ്രേക്ക് ഷൂസും കാര്യങ്ങളൊക്കെ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിൽ സെക്ഷൻ അതേ ഉള്ളൂ. ആൻഡ് യൂസ് ചെയ്യുന്ന ആക്സിൽ വന്നിട്ട് ഈ വണ്ടി വന്ന സ്റ്റോക്ക് ആക്സിലും സ്റ്റോക്ക് സ്പേസറും തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. ഫ്രണ്ട് സെക്ഷൻ അത്രേ ഉള്ളൂ. ഫ്രണ്ട് സെക്ഷൻ ആക്ച്വലി ഈസിയാണ്. ഇനി പരിപാടി ഹബ്ബ് കൊണ്ട് കെട്ടിക്കുന്നതാണ്. ആൻഡ് ബാക്കിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ചേഞ്ചസ് വരുന്നത്. ബാക്കിൽ വരുന്ന ഹബ്ബ് കണ്ടല്ലോ, ഇത് വലിയ ഹബ്ബാണ്. പക്ഷെ നമ്മൾ സ്പോക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫുൾ സാധനം മാറണം. ഇത് വന്നിട്ട് നമ്മുടെ ചെയിൻ സോക്കറ്റ് ഹാങ് ചെയ്യുന്ന സാധനം വിത്ത് ചെയിൻ ആൻഡ് സോക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മൾ നല്ലൊരു ചെയിൻ സോക്കറ്റ് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് സെക്കൻഡ് കളക്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അത് മാത്രമല്ല ചെയിൻ ബാക്കിലത്തെ മാത്രം കിട്ടത്തില്ല. അപ്പം നമുക്ക് അത് മാത്രം സെലക്ട് കളക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം പുത്തൻ തന്നെ എടുത്തേക്കുന്നത്. പുതിയ ഹബ്ബ് എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ ബാക്കിലത്തെ ഹബ്ബ് പ്ലേറ്റ്. പിന്നെ ഹബ്ബ് പ്ലേറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ അതിൻ്റേതായ സാധനങ്ങൾ തന്നെ എടുക്കണം. ഈ നമ്മുടെ എന്നാ പറയുക അലോവിയിൽ വരുന്ന മോഡലിൽ ഒന്നും മാച്ച് ആകത്തില്ല. കാരണം ഇതിൻ്റെ ഹബ്ബും എല്ലാം വലുതാണ്. സോ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഫുൾ സെറ്റ് സാധനം എടുക്കേണ്ടി വരും. ബാക്ക് ഏറ്റവും മാറേണ്ടി വരും. അത് വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. പിന്നെ ഹാഫ് ആക്സിൽ എടുത്തേക്കുന്നത് നമ്മൾ ഈ bs6ൻ്റെ തന്നെ ഹാഫ് ആക്സിലാണ്. ഡയറക്റ്റ് മാച്ചാണ്, അതൊരു പ്രശ്നവുമില്ല. അപ്പം സംഭവം ഈ വന്നിട്ട് ഓൾഡ് മോഡലിൻ്റെ എന്നാ പറയണ്ടേ ചെയിൻ സോക്കറ്റിൻ്റെ ഹബ്ബാണേലും ഈ ഹാഫ് ആക്സിൽ എടുത്തേക്കുന്നത് നമ്മുടെ bs6ൻ്റെ തന്നെയാണ്, നോ പ്രോബ്ലം. ആൻഡ് ആക്സിൽ നമ്മൾ bs6ൻ്റെ തന്നെ ആക്സിലും സ്പേസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടും പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ലെഗ് വന്നിട്ട് നമ്മുടെ ഓൾഡ് മോഡലിൻ്റെയാണ്. നമുക്ക് bs6ൻ്റെ ലെഗ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇച്ചിരി വലുതാണ്. ഇതിനെ അപേക്ഷിച്ചുകൊണ്ടല്ലോ വലുതാണ്, ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഹബ്ബെല്ലാം വണ്ടിയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
പിന്നെ ചെയിൻ അഡ്ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ BS6 തന്നെ ആട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇനി വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്തിട്ട് ഈ വീല് കെട്ടിക്കാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മളിപ്പം ബാക്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന 16 ഇഞ്ച് റിം ടയറാണ്, ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന 8 ഇഞ്ച് റിം ടയറാണ്. ബാക്കിൽ മോഡൽ ടയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കെട്ടിച്ച് സെറ്റ് ആക്കിയിട്ട് ഇത് കയറ്റുമ്പോൾ ഉള്ള ഫുട്ടേജ് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും റിമ്മ് കെട്ടിക്കണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ പറയുമ്പോഴത്തേക്കും ബാക്കിലത്തെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മോട്ടോയുടെ 16 ഇഞ്ച് ടയറാണ്. അതിന് SD റിം യൂസ് ചെയ്തിട്ടുണ്ട്. കെട്ടിയേക്കുന്ന സ്പോക്സ് വന്ന് സ്പ്ലെൻഡറിൻ്റെ ബാക്കിലത്തെ സ്പോക്സ് ആണ്. അതിന് യൂസ് ചെയ്തേക്കുന്നുണ്ട് സ്പ്ലെൻഡർ ഓൾഡ് മോഡലിൻ്റെ ഹബ്ബ് യൂസ് ചെയ്തിട്ടുണ്ട്, പുത്ത ഹബ്ബുണ്ട്. ആൻഡ് ചെയിൻ സ്റ്റോക്കിൻ്റെ ഹബ്ബ് ഞാൻ പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് എടുക്കേണ്ടി വന്നു. സ്പ്ലെൻഡർ ഓൾഡ് മോഡൽ. അത് മാത്രമല്ല, ഇതും സ്പ്ലെൻഡർ ഓൾഡ് മോഡൽ തന്നെയാണ് നമ്മുടെ ഹബ്ബ് പ്ലേറ്റ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രണ്ട് ബാക്കിലത്തെ എടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി സ്പ്ലെൻഡറിൻ്റെ ഓൾഡ് മോഡലിൻ്റെ ഒരു വലിയ ഹബ്ബ് വരുന്നുണ്ട്. ആൻഡ് 18 ഇഞ്ച് റിമ്മ് കെട്ടിയിട്ടുണ്ട്. സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ടിൽ തന്നെ റിമ്മ്. അതിലുണ്ടായിരുന്ന ടയർ തന്നെ നമ്മൾ ഊരിയിട്ടേക്കുന്നത് 15 ഇഞ്ചിൽ TVS ടയർ വന്നേക്കുന്നത്. ആൻഡ് ഫ്രണ്ടിലത്തെ ഹബ്ബ് പ്ലേറ്റ്. ഇത്ര സാധനമാണ് നമ്മൾ വണ്ടി കയറ്റുന്നത്. അപ്പം ഇത് വണ്ടി കയറ്റിയ ശേഷം നമ്മൾ എന്തൊക്കെ മാറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഗൈസ്, ഇപ്പോൾ കറക്റ്റ് മനസ്സിലാവും ഞാൻ പറഞ്ഞ ഹബ്ബ് പ്ലേറ്റിന് ഡിഫറൻസ് ഇല്ലെന്ന് പറഞ്ഞത്. കണ്ടല്ലോ, നമുക്കിത് ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിലും ഇത് വന്നിട്ട് നമ്മളിപ്പോൾ കയറ്റാൻ പോകുന്നത് ഇത് നമ്മുടെ വണ്ടിയിൽ നിന്ന് കേട്ടോ. ആകെപ്പാടെ ഡിഫറൻസ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു ഏരിയയും കണ്ടല്ലോ, ഇത് ലോക്ക് ടൈപ്പാണ്, ഇത് സ്ക്രൂ ടൈപ്പാണ്. ആൻഡ് നമ്മുടെ ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹബ്ബ് പ്ലേറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾ ഈ പുതിയതിൻ്റെ തന്നെ എന്നാ പറയണ്ടേ, അതിൻ്റെ ഒരു ബ്രേക്കിംഗ് ലിവറിൻ്റെ സെറ്റപ്പും നമ്മുടെ ആ ഒരു അകത്ത് വരുന്ന ആക്ഷനും കാര്യങ്ങളെല്ലാം ആ ഒരു പുതിയതിൻ്റെ തന്നെയാണ് നമ്മൾ എടുത്തിടാൻ പോകുന്നത്. അപ്പോൾ ഇത് മുഴുവൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് വീല് നമ്മൾ കയറ്റി. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രണ്ട് വീല് കയറിയപ്പോഴത്തേക്കും നമ്മുടെ തിളങ്ങി നിൽക്കുന്ന റിമ്മൊക്കെ ആയപ്പോൾ സെറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയിൽ ഇരുന്ന ആ ഒരു ബ്രേക്കിൻ്റെ കേബിൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറെ സ്പീഡോമീറ്റർ കേബിൾ എടുക്കേണ്ടി വരും, ലോക്ക് ടൈപ്പ് എടുക്കേണ്ടി വരും. ഇത് ക്ലിപ്പ് ടൈപ്പാണ്, നമുക്ക് മറ്റേ നെറ്റ് ലോക്കും ടൈപ്പ് എടുക്കേണ്ടി വരും. അപ്പം മൾഗാട് വെക്കാനൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പക്കയാണ്. കണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഏകദേശം. ഇനി ബാക്കിലത്തെ കയറ്റുന്നതാണ് ഏറ്റവും വലിയ കുറേ ഓൾട്രേഷനുകളുള്ളത്. അപ്പോൾ അത് ഞാൻ കയറ്റിയിട്ട് കാണിച്ചു തരാം. സോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ബാക്കിലത്തെ ചെയിൻ സോക്കറ്റ് ഹബ്ബ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചെയിൻ സോക്കറ്റ് ഹബ്ബും ചെയിനിൻ്റെ ബാക്കിലത്തെ സോക്കറ്റും വന്നിട്ട് നമ്മുടെ എന്നാ പറയണ്ടേ ഓൾഡ് മോഡലിൻ്റെയും ഹാഫ് ആക്സിലെ അതിൻ്റെ സ്പേസറെ ഈ നട്ട് എല്ലാം ന്യൂ മോഡലിലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇടൊന്നുമില്ല, ഓൾഡ് മോഡലിൽ എടുത്തിട്ടാലും മതി. ഞാൻ പിന്നെ ആ ഓൾഡ് മോഡലിൽ നട്ടൊക്കെ തുരുമ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട്. അപ്പോൾ സംഭവം എന്നാ പറയണ്ടേ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഓൾഡ് മോഡലിൻ്റെ ഫുൾ സെറ്റ് ഒരെണ്ണം മേടിക്കുവാണെങ്കിൽ ഞാനങ്ങ് മേടിച്ച് കയറ്റാം. കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഉറക്കം ഞാൻ കൊടുക്കുന്നിടത്തുനിന്ന് എടുത്തു. ഇനി അടുത്ത വട്ടം മാറുമ്പോഴത്തേക്ക് നല്ല ഉറക്കം ഇടാമെന്ന് വെച്ചു. അപ്പം ഇത് കയറി ഇനി അടുത്ത പരിപാടി നമ്മുടെ വീല് നമ്മുടെ ഹബ്ബ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഞാൻ കാണിച്ചു. സോ ഗൈസ്, കണ്ടല്ലോ, ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ടും ബാക്കും എല്ലാം കയറി. ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഫ്രണ്ട് ഹൈറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ബാക്കിൽ ഫിനിക്സിൻ്റെ സസ്പെൻഷനുണ്ട്, ബൂട്ട് ഹാൻഡിൽ വേറെ കുറേ കയറുണ്ട്. അപ്പം വണ്ടിയുടെ ലുക്ക് കണ്ടോ, നമ്മൾ ആ ഒരു റിമ്മ് കയറിയപ്പോഴേ പ്രത്യേക ഭംഗിയാണ്. അപ്പം ബാക്കിലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന പോലെ സ്റ്റോക്ക് ആക്സിൽ സ്റ്റോക്ക് സ്പേസർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പകൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നൈറ്റായി ഫുള്ള് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഏറ്റവും ഇസൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ഈ ബാക്കി കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് നമ്മൾ ഇത്ര നാൾ ആ കൺവേർഷൻ ചെയ്തുകൊണ്ടിരുന്ന BS6 സ്പ്ലെൻഡർ. വണ്ടി ലുക്ക് ഒരു രക്ഷയില്ല ഗൈസ്. കണ്ടോ, എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു പ്രത്യേക ഭംഗി തന്നെ കാണാനായിട്ട്. നമ്മളപ്പം എന്നാ പറയണ്ടേ, ആദ്യം മുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ ഇതെന്ന് പറയുന്നത് BS6 2022-23 മോഡൽ എന്നാ പറയണ്ടേ ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്ന ടൈപ്പ് അലോയ് വീൽസ് വരുന്ന വണ്ടിയാണ്. നമ്മൾ ഫുൾ കൺവേർട്ട് ചെയ്തു. അതാണ് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ആദ്യം മുതൽ ഞാൻ പ്രത്യേകം പറയണം, ബാക്കിൽ വരുവാണെങ്കിൽ സ്പ്ലെൻഡർ ഓൾഡ് മോഡലിൽ ഹബ്ബ് എടുത്ത് ഫുൾ സെറ്റ് മാറിയിട്ടുണ്ട്. ഹബ്ബ് പ്ലേറ്റ് ചെയിൻ സോക്കറ്റ് വരെ നമ്മൾ സ്പ്ലെൻഡർ ഓൾഡ് മോഡൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയിൻ സോക്കറ്റ് ഓൾഡ് മോഡൽ മേടിച്ചാൽ മതി. കാരണം ഫ്രണ്ടിലത്തെ നമ്മൾ എന്നാ പറയണ്ടേ ചെയിൻ സോക്കറ്റ് ആക്സിലൊക്കെ സംഭവം കറക്റ്റ് സൂട്ട് ആയിക്കോളും. അപ്പോൾ അത് പക്കയാണ്, കുഴപ്പമൊന്നുമില്ല, ഓടിക്കാനുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ബാക്കിയില്ല. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, 4 ഫൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ബാർസ് വരുന്നുണ്ട്, നമ്മുടെ മിറേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ലുക്ക് ഒരു. പിന്നെ നമ്മൾ മെയിനായിട്ട് അണ്ടർ വെല്ലിങ് ക്രാഷ് ഗാർഡ് RX അണ്ടർ വെല്ലി ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വണ്ടി ലുക്ക് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റായിട്ട് മാറിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാ പറയണ്ടേ, BS6 സ്പ്ലെൻഡറിൽ ഇങ്ങനത്തെ ലുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഇന്നൊരു വിചാരിച്ചതല്ല. കാരണം നമ്മളെല്ലാവരും പറയും ബാക്കിൽ സസ്പെൻഷൻ ഇട്ടാതെ ഭംഗി ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെയല്ല, ബാക്കി സസ്പെൻഷൻ ഇടാതെ തന്നെ വണ്ടി ഇത്രയും ഭംഗിയായി. സസ്പെൻഷൻ വേണമെന്നില്ല, കാരണം വണ്ടി ഇപ്പോൾ നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഷേപ്പിനൊരു കുഴപ്പമില്ല. അപ്പം ഇതാണ് സംഭവം. വേറൊരു കാര്യമുണ്ട്, ഇത് വന്ന് മലപ്പുറത്തുനിന്ന് നമുക്ക് വർക്കിന് വന്ന വണ്ടിയാണ്. നമ്മുടെ വർക്ക് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് മലപ്പുറത്ത് നിന്ന് നമുക്ക് വണ്ടി കൊണ്ട് തന്ന് വർക്ക് ചെയ്തതാണ്. ഏകദേശം 10 ദിവസത്തിന് മേളിൽ തന്നെ ഞാൻ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ.
14 ദിവസത്തോളം വണ്ടി വെച്ചു. എനിക്ക് ടൈം എടുത്തു, കാരണം കുറച്ച് വേറെ എക്സ്ട്രാ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് മാറേണ്ട വന്നു വെച്ചാൽ ഹൈറ്റ് ചെയ്തപ്പോഴത്തേക്കും സ്പീഡോമീറ്റർ കേബിളും ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും കൂടെ മാറി, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കൂടെ മാറി നമ്മൾ ആക്റ്റീവ ഓൾഡ് മോഡലിൻ്റെ ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്ത വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എന്നാ പറയുക കൺവേർഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് കൺവേർഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്നാ പറയണ്ടേ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം താഴെ കമൻറ്റ് ചെയ്യുക. വെരി മിഷ് വാസ് സൈനിങ് ഓഫ് ഫ്രം TVM ഓട്ടോമോട്ടീവ്.